എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഈ വഴിയിലൂടെ ജെനുവിനായിട്ട് ഫോളോവേഴ്സ് കൂട്ടാൻ പറ്റും. കാരണം ഇത് ഫേസ്ബുക്ക് തരുന്ന ഒരു ഓപ്ഷനാണ്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഫേസ്ബുക്കിൽ ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതുപോലെ ഫേസ്ബുക്ക് ഫോളോവേഴ്സിനെ കൂട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഒരു ജെനുവിൻ വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. കാരണം നിങ്ങളൊരു ഫേസ്ബുക്ക് പ്രൊഫൈലിനെ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടായി കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു 5000 ഫ്രണ്ട്സ്, അതായത് ഈ 5000 ഫ്രണ്ട്സ് ഫോളോവേഴ്സായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാനോ അതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനോ നിങ്ങൾക്ക് പറ്റത്തില്ല. പിന്നീട് നിങ്ങളുടെ ഈ റീൽസൊക്കെ കണ്ട് ആരെങ്കിലും ഇഷ്ടപ്പെട്ട് നിങ്ങളെ ഫോളോ ചെയ്താൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് ഫോളോവേഴ്സ് കൂടത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ റീൽസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ പോലും ചിലർ നിങ്ങളെ ഫോളോ ചെയ്തെന്ന് വരത്തില്ല. ചിലരൊക്കെ നിങ്ങൾക്ക് അപ്പോഴും ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചൊന്നും വരാം. പക്ഷേ നിങ്ങൾക്ക് ആ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി 5000 ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഇവരെ കൊണ്ട് പോലും നിങ്ങൾക്ക് ഫോളോ ചെയ്യിക്കാൻ പറ്റുന്ന വളരെ ജെനുവിനായിട്ടുള്ളൊരു വഴിയുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളിൽ ചിലർക്കൊക്കെ ഈ വഴി ചിലപ്പോൾ അറിയാമായിരിക്കും, പക്ഷേ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വഴിയാണിത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഫേസ്ബുക്കിൽ റീൽസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില റീൽസ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളതിനെ ചിലപ്പോൾ ലൈക്ക് ചെയ്തെന്ന് വരാം, ഒരു കമൻറ്റ് ഇട്ടെന്ന് വരാം. പക്ഷേ നമ്മുടെ പബ്ലിക്കിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ചിലർ അറിഞ്ഞുകൊണ്ട് അവർ നമ്മളെ ഫോളോ ചെയ്യത്തില്ല. പക്ഷേ ചിലർ ലൈക്ക് ചെയ്താലും കമൻറ്റ് ഇട്ടാലും ഫോളോ ചെയ്യുന്ന കാര്യം അവരുടെ ആ സമയത്ത് അവരുടെ തലയിൽ വന്നെന്ന് വരത്തില്ല. അത് എൻ്റെ കേസിലാണെങ്കിലും നിങ്ങളുടെ കേസിലാണെങ്കിലും അത് സംഭവിച്ചെന്ന് വരാം. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ ലൈക്ക് ചെയ്തു, കമൻറ്റ് ഇട്ടു, എന്നിട്ട് സ്ക്രോൾ ചെയ്ത് അടുത്ത റീലിലേക്ക് അവരങ്ങ് പോകും. അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവരോട് പറയണം, നിങ്ങൾ ഈ പേജിനെ ഒന്ന് ഫോളോ ചെയ്യണം. ഈ ഒരു കാര്യം നമ്മൾ അവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ നോക്കാം, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന എൻ്റെ ഈ പ്രൊഫൈൽ ലോഗോയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ പെതുക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസും റീൽസും ഒക്കെ ഇവിടെ ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ റീൽ നോക്ക്, ഈ റീലിൽ കിട്ടിയിരിക്കുന്ന വ്യൂസ്, കമൻസ്, ലൈക്സ്, അതാണ് ഈ റീലിൻ്റെ താഴെയായിട്ട് കാണിക്കുന്നത്. ഇവിടെ പറയുന്നതനുസരിച്ച് ഏതാണ്ട് ഒരു 4500 ലൈക്സ് എൻ്റെ ഈ റീലിൽ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ലൈക്ക് ചെയ്തവരെല്ലാം എന്നെ ഫോളോ ചെയ്തിട്ടുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിവിടെ നോക്ക് 4.5K ലൈക്സ് എന്ന് കാണിക്കുന്നതിന് മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്ക്, ഇപ്പോൾ ഈ റീലിൽ കിട്ടിയിരിക്കുന്ന കമൻസ് ആണ് ഇവിടെ താഴെയായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ 4.5K ആ ലൈക്സ് ഇവിടെ വീണ്ടും കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്ക്, എൻ്റെ ഈ റീലിനെ ലൈക്ക് ചെയ്തവരുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് ഇവിടെ താഴെയായിട്ട് കാണിക്കുന്നത്. ഇത് പെതുക്കെ നമ്മളിങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചിലയിടത്ത് നോക്ക്, അവരുടെ പേരിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഹൈലൈറ്റ് ആയിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ ചിലരുടെ പേരിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഡിസേബിൾ ആയിട്ടും കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ ഇൻവൈറ്റ് എന്ന് പറയുന്നിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഇൻവിറ്റേഷൻ അവരുടെ നോട്ടിഫിക്കേഷനായിട്ട് ചെല്ലും. നമ്മുടെ ഈ പേജിനെ ഫോളോ ചെയ്യാനുള്ള ഒരു ഇൻവിറ്റേഷനാണിത്. അപ്പോൾ ഇവർ ഓൾറെഡി നമ്മുടെ റീല് കണ്ട് അത് ഇഷ്ടപ്പെട്ട് അത് ലൈക്ക് ചെയ്തിട്ടുള്ളവരായതുകൊണ്ട് ഈ ഇൻവിറ്റേഷൻ അവർക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഓരോരുത്തരെയും ഇതേപോലെ ഇൻവൈറ്റ് എന്ന് പറഞ്ഞ് കുറേ ഇൻവിറ്റേഷൻ കുറേ ആളുകൾക്ക് അയച്ചു കഴിഞ്ഞാൽ ഇതിലൊരു നല്ല ശതമാനം ആളുകൾ നമ്മുടെ ഈ ഇൻവിറ്റേഷൻ കണ്ട് നമ്മളെ ഫോളോ ചെയ്തിരിക്കും. ഇവർക്ക് ഈ ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഫോളോ ചെയ്യും. അതിനുള്ള പ്രൂഫ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പക്ഷേ അതിനു മുമ്പ് മറ്റ് 2 കാര്യങ്ങൾ നിങ്ങളിവിടെ മനസ്സിലാക്കുക. ഒന്ന്, നിങ്ങളിവിടെ ഇൻവൈറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ചില സമയത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് ഈ ഇൻവൈറ്റ് എന്ന് പറയുന്ന ബോക്സിന് പുറത്തായിരിക്കും പെടുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവരുടെ ഈ പേജിലേക്ക് അങ്ങ് കയറിപ്പോകും. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇവിടെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. വീണ്ടും തിരിച്ച് ഈ ലൈക്ക് ചെയ്തിരിക്കുന്നവരുടെ ഈ ലിസ്റ്റ് കാണിക്കുന്ന ഈ പേജിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരും. പിന്നെ നമ്മൾ വീണ്ടും സ്ക്രോൾ ചെയ്ത് ഇൻവൈറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരെയും ഇതേപോലെ ഇൻവൈറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവൈറ്റ് എന്ന് പറഞ്ഞ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്ന ആ ഒരു ബോക്സ് അത് ഡിസേബിൾ ആയി അവിടെ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത ദിവസം വീണ്ടും ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ഈ ഒരു പരിപാടി ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഓൾറെഡി ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളവരെ വീണ്ടും നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ഓൾറെഡി ഡിസേബിൾ ആയി ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അപ്പോൾ പുതിയ ആളുകൾ നിങ്ങളുടെ ഈ റീല് കണ്ട് ഇഷ്ടപ്പെട്ട് അത് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ റൈറ്റ് സൈഡിലായിട്ട് ഈ ബോക്സിൽ ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ഹൈലൈറ്റ് ആയിട്ട് തന്നെ കിടക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്ത് അവരെ മാത്രം ഇൻവൈറ്റ് ചെയ്ത് പോയാൽ മതി. ഇനി ഞാനിവിടെ കംപ്ലീറ്റ് ബാക്ക് വരുന്നു. ആദ്യം ഇവിടെ ബാക്ക് വരുന്നു, ഇതിനിവിടെ താഴേക്ക് വെക്കുന്നു, ഇവിടെ ഒന്നുകൂടെ ബാക്ക് വരുന്നു. ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കിയാൽ സുരേഷ് അക്സെപ്റ്റഡ് യുവർ ഇൻവൈറ്റ് ടു ഫോളോ സഞ്ജൂസ് നായർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ സ്ക്രീൻ റെക്കോർഡിംഗ് എടുത്ത സമയത്ത് ഞാൻ ഇൻവിറ്റേഷൻ കൊടുത്തതാണ്. കാരണം അത് ഇപ്പോൾ വന്ന ഒരു ഫോളോവറാണ്. ഇത് മാത്രമല്ല, താഴേക്ക് നോക്കിയാൽ ഈ കാണുന്നതെല്ലാം എൻ്റെ ഇൻവിറ്റേഷൻ കണ്ട് എൻ്റെ ഇൻവിറ്റേഷനിലൂടെ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്.
അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള പ്രൂഫ്. കാരണം നിങ്ങളുടെ ഒരു റീല് കണ്ട് ആളുകൾ ഇഷ്ടപ്പെട്ട് അതിൽ ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് വളരെ കുറച്ച് ആളുകളെ ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ ചിലപ്പോൾ നിങ്ങളെ ഫോളോ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ അവർക്ക് ഇൻവിറ്റേഷൻ അയച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു നല്ല ശതമാനം ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിരിക്കും. അതിനുള്ള പ്രൂഫ് നിങ്ങൾ കണ്ടും കഴിഞ്ഞതാണ്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഈ ഒരു പരിപാടി ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഫേസ്ബുക്ക് തന്നെ തരുന്ന ഒരു ഓപ്ഷനാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ജെന്യുവിനായിട്ട് ഫോളോവേഴ്സ് കൂട്ടാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.